أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. നമ്മൾ സൂറത്തുൽ ഖാശിയയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 4 ആയത്തുകളാണ് നമ്മൾ പഠിച്ചത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഖാശിയ. ഖാശിയ എന്ന് പറഞ്ഞാൽ മൂടുന്ന സംഭവം, അതിനെക്കുറിച്ചുള്ള ഹദീസ് വർത്തമാനം. ഹൽ അതാക്, നിനക്ക് വന്നെത്തിയില്ലയോ. അപ്പോൾ ഇവിടെ ഹല്ല് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഖാശിയ മൂടുന്ന സംഭവം എന്ന് പറഞ്ഞാൽ യൗമുൽ ഖിയാമയാണ് അവിടെ ഉദ്ദേശം. അതെല്ലാത്തിനും മൂടിക്കളയും, അതുകൊണ്ടാണ് ആ പേര് വന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞത് ഉജൂഹുൻ, ചില മുഖങ്ങൾ, അന്ന് ചില മുഖങ്ങൾ ഉണ്ടാകും. യൗമൈദിൻ, അന്നേ ദിവസം. ഖാശിഅ, അത് താഴ്മ കാണിക്കുന്നവയായിരിക്കും, അഥവാ നിന്യത കാരണം താഴ്മ കാണിക്കുന്നവയായിരിക്കും. അല്ലാഹ് നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ഉജൂഹു യൗമൈദിൻ ഖാശിഅ ആമിലത്തുൻ, പ്രവർത്തിച്ചവരാണ്, അമലുകൾ ചെയ്തവരാണ്, പക്ഷേ നാസിബത്തുൻ, ക്ഷീണിച്ചവരാണ്. അപ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്ത് ക്ഷീണിച്ചവരാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു 2 രൂപത്തിൽ അതിനെ പറയാം. ഒന്നെങ്കിൽ പരലോകത്താണ് ആ പ്രവർത്തനവും ആ ക്ഷീണവും. അപ്പോൾ എന്താണ് ഓല അവിടുത്തെ പണി? ഓല കൈമ വിലങ്ങും ചങ്ങലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വലിച്ചു കൊണ്ടുപോവാണ്. അപ്പോൾ അത് മൂലം അവർ അല്ലെങ്കിൽ മുസ്ലാം റഹ്മ ആകെ എന്തായി, താഴ്വാനായി മാറി. അല്ലെങ്കിൽ ഒരു ദുനിയാവിൽ തന്നെ പണിയെടുത്തവരാണ്, എന്നിട്ട് ക്ഷീണിച്ചു. പക്ഷെ ഓലെ ഓല പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രൂപത്തിൻ്റെ പ്രവർത്തനങ്ങളല്ല. അവർക്ക് നീയത്തില്ല, ഇഖ്ലാസില്ല, അല്ലെങ്കിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ച പോലത്തെ ഇബാദത്തുകളല്ല. അതുകൊണ്ട് അവരെന്തായി, ക്ഷീണിച്ചു. അതുകൊണ്ട് ഇനി അവർക്ക് പരലോകത്ത് എന്തെങ്കിലും നന്മ കിട്ടുമോ? ഇല്ല. തസ്ലാ നാറൻ ഹാമിയ, ശക്തമായ ചൂടുള്ള നരകത്തിൽ അവർ കടന്നെരിയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇവിടെ നമ്മൾ ആ ആയത്തുകളാണ്, അത്ര ആയത്തുകളാണ് പറഞ്ഞത്. അതിൽ ഒരു കാര്യം സൂചിപ്പിക്കാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ, അള്ളാഹു ഇവിടെ പറഞ്ഞ 3 കാര്യങ്ങൾ. ഒന്ന് വുജൂഹുൻ, അല്ലേ, വുജൂഹു യൗമൈദിൻ ഖാശിയ ആമിലത്തുൻ നാസിബത്തുൻ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെക്കുറിച്ചാണ് പറയുന്നത്? ഖാശിഅത്തായ മുഖമുള്ളവർ, അഥവാ നിന്യത കാരണം തല താഴ്ത്തി നിൽക്കുന്ന ആളുകൾ. എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്? അത് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ വജ്ഹ്, അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവർ പ്രവർത്തിച്ചില്ല. ദുനിയാവിൽ അള്ളാഹുവിന് വേണ്ടി അവർ അമലുകൾ ചെയ്തില്ല. ദുനിയാവിൽ അള്ളാഹുക്ക് വേണ്ടി അവർ ക്ഷീണം സഹിച്ചില്ല. അപ്പോൾ ഇതൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അവർ ചില ആളുകളുടെ പ്രീതി ആഗ്രഹിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് പറഞ്ഞ പോലെ അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ച് പ്രവർത്തിച്ചോ? ഇല്ല. അതുകൊണ്ട് ആ മുഖം ഒരിക്കൽ അവിടെ താഴ്ത്തേണ്ടി വന്നു. അള്ളാഹിൻ്റെ മുമ്പിൽ ഒരിക്കൽ പൊക്കാൻ തയ്യില്ല. അവർ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂർ അവർക്ക് തിന്നാൻ സമയമില്ല, കുടിക്കാൻ സമയമില്ല, ഉറങ്ങാൻ സമയമില്ല, ഓട് തന്നെയാണ്. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളാണോ? അല്ലെങ്കിൽ പരലോകത്തിന് വേണ്ടിയാണോ? അല്ല. അതുകൊണ്ട് അവർക്ക് ആ പ്രവർത്തനമൊന്നും അവിടെ ഉപകാരപ്പെട്ടില്ല. ഓരോ ഓടി ക്ഷീണിച്ചവരാണ്, തളർന്നിട്ടുണ്ട് ദുനിയാവിൽ ഓടിയിട്ട്. പക്ഷേ ഈ ഓട്ടമൊക്കെ അള്ളാഹുവിനും റസൂലിനും തൃപ്തിപ്പെടുന്ന രൂപത്തിലല്ല. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഇതൊക്കെ പരലോകത്തവർക്ക് നഷ്ടപ്പെടും. അതാണ് അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ. എന്തൊരു പ്രവർത്തനവും അതിൻ്റെ പ്രതിഫലം ആ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ആമിലത്തുൻ നാസിബ, ഇതിൽ തഫ്സീറുകൾ വായിക്കുമ്പോൾ പിന്നെ പണിയെടുത്ത് ക്ഷീണിച്ചവരാണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൽ ക്രിസ്ത്യാനികൾ, അവരെയാണ് പ്രത്യേകം അതിൽ മുഫസ്സിരീങ്ങൾ തന്നെ പറയുന്നത്. അതേപോലെ തന്നെ ഈ ക്രിസ്ത്യാനികൾ എന്താ, ഇവർ സന്യാസം ഉണ്ടല്ലോ, അല്ലേ, വറഹ്ബാനിയത്തൻ ഇബ്തദഉഹ, അവരുണ്ടാക്കിയെടുത്ത സന്യാസം. ഈ സന്യാസത്തിൽ ഇവരെന്താ ചെയ്യുന്നത്? അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനെന്ന് പറഞ്ഞിട്ട് ഇവർ ത്യാഗം സഹിക്കുകയാണ്. ശരിക്കും തഫ്സീറൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ തന്നെ വയ്ക്കണില്ല, അത്രയും ത്യാഗങ്ങളാണ്. ചില ആൾക്കാർ 40 വർഷം കാട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനാറുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുക. ചില ആൾക്കാർ തൂണിലേക്ക് ഇങ്ങനെ ചാരിക്കുക. അപ്പോൾ എന്തിനാ? അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ. ചില ആൾക്കാർ സ്തൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ അപ്പോൾ ചിലപ്പോൾ വീണാലോ, അറിയാതെ ഉറങ്ങുമ്പോഴൊക്കെ വീണാലോ, അപ്പോൾ വീഴാതിരിക്കാൻ ശരീരം അതിലേക്ക് കെട്ടി വെക്കുക. അപ്പോൾ ഭക്ഷണവും വെള്ളമൊക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് ശിഷ്യന്മാരിങ്ങനെ എത്തിച്ചു കൊടുക്കും. അത് കിട്ടിയാൽ തിന്നും, അല്ലെങ്കിൽ പട്ടിണി, പ്രശ്നമില്ല. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണെന്നാണ് അവരുടെ വിശ്വാസം. ചില ആൾക്കാർ സെഞ്ചറോ
എന്ന് പറയുന്ന ഒരു സന്യാസി. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇത് സന്യാസം ജീവിതം നയിച്ച് അവസാനം കുളിയൊന്നുമില്ല, വെള്ളം തൊടില്ല, കുളിയില്ല നനയില്ല, അവസാനം ശരീരത്തിൽ വ്രണങ്ങളൊക്കെ വന്ന് പുഴുക്കളിങ്ങനെ ചാടാൻ തുടങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹം ഈ പുഴുക്കളങ്ങനെ എടുത്തിട്ട് ശരീരത്തിലേക്ക് തന്നെ വെച്ചിട്ട് ദൈവം നിനക്ക് തന്നത് നീ ഭക്ഷിച്ചോ എന്ന് പറയുന്നത്. അവരത്രയും സന്യാസ ജീവിതമാണ്. പക്ഷേ ഇതൊക്കെ ഉപകാരമുണ്ടോ? ഇല്ല. ഇതൊക്കെ പരലോകത്ത് എന്താണ്? വൃതാവിലാകുന്ന പ്രവർത്തനം. അതേപോലെ തന്നെയാണ് ഖവാരിജുകൾ അല്ലെ? ഖവാരിജുകൾ ആരാ? ഖവാരിജുകൾ ശിദ്ദത്ത് കൂടിയവരാണ്. അവർ ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും അവർ ശരിക്കുള്ള മുസ്ലിമുകളാണോ? അല്ല. ഇപ്പം ഇന്നത്തെ ISIS ഒക്കെ അതൊക്കെ എന്താ? ഖവാരിജിൻ്റെ ടീംസാണ്, അഥവാ തീവ്രവാദികൾ. ഇവർ ഭയങ്കര തീവ്ര. അലി റളിയല്ലാഹു അൻഹുവിനെ കൊന്നാരാ? ഖവാരിജുകളാണ്. പക്ഷേ ഇവർ നിസ്കാരം നോമ്പൊക്കെ ഉള്ളവരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണോ? തഹ്ഖിറൂന സ്വലാത്തക്കും ഇൻദ സ്വലാത്തിഹിം. നിങ്ങളുടെ നിസ്കാരം, ആരുടെ? സ്വഹാബത്തിനോട് പറയാം, നിങ്ങളുടെ നിസ്കാരം ഓല നിസ്കാരത്തിന് മുന്നിൽ വളരെ ചെറുതാണ്. തഹ്ഖിറു എന്ന് പറഞ്ഞാൽ വളരെ പുച്ഛമായതാണ് സ്വഹാബത്തിൻ്റെ നിസ്കാരം. അതേപോലെ തഹ്ഖിറൂന ഖിറാഅത്തുക്കും ഇൻദ ഖിറാഅത്തിഹിം. അവരുടെ ഖുർആൻ പാരായണത്തിന് മുന്നിൽ നിങ്ങളുടെ ഖുർആൻ പാരായണം വളരെ പുച്ഛമായി, ലഘുവായതാണ്, അതിന് വിലയില്ലാത്തതാണ്. അപ്പോൾ സ്വഹാബത്തിനേക്കാൾ നമ്മൾ നിസ്കരിച്ച് നിസ്കാരത്തെ ഉണ്ടാവും. ഖവാരിജുകളുടെ കയ്യും കാലും എങ്ങനെ അറിയോ? ഒട്ടകത്തിൻ്റെ ഈ കാലുകളുണ്ടല്ലോ, അതുപോലെ തയമ്പ് വന്നേക്കണം നിസ്കരിച്ച് സുജൂദിട്ട്. ചിലപ്പോൾ ചോര വരെ പൊട്ടി പോകുന്നവരുണ്ട്. അത്രയും ഇവരെന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നവരാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതാരാ? അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമാണ് അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. പിന്നെ ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ആരായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹു ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ച ഉസ്താദാണ്. ആൾക്കാർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ച ഉസ്താദാണ് ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. പക്ഷേ ഈ ഖവാരിജിയത്ത് മനസ്സിൽ കടന്നുകൂടി. അത് കടന്നുകൂടിയോടുകൂടി പിന്നെ എന്തായി? അലി റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഷ്കൽ ആഖിരി, പിന്നെ വരാൻ പോകുന്ന അവസാന കാലഘട്ടക്കാരിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ അലി റളിയല്ലാഹു അൻഹുവിനെ വധിച്ച വ്യക്തിയാണ്. കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ ആരാ? സാലിഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിനെ കൊന്നാണ്. അള്ളാഹ് പറഞ്ഞ ഇതിം ബഅസ അഷ്ഖാഹ നമ്മൾ പഠിച്ചാണ്. എന്നാൽ എങ്ങനെ? രണ്ടിലൊരു ഭീകരത ഉണ്ട്. അതെ, ഗുണ്ടകളാണ്. അതെ, ഗുണ്ടകളാണ്. അപ്പോൾ ഇവർ റസൂൽ പറയും അഷ്കൽ ആഖിരീൻ, ഇനി വരാൻ പോകുന്നവരിൽ ഏറ്റവും ദൗർഭാഗ്യവാൻ അലി റളിയല്ലാഹു അൻഹു വ്യക്തി. അതാരാണ്? ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം. അതേപോലെ 40 ദിവസം വിഷം പുരട്ടിയ വിഷത്തിൽ വെച്ചിട്ട് ആ വിഷം പുരട്ടിയ കടാര കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു കൊന്നത്. എന്നിട്ട് പിന്നെ ഈ അലി റളിയല്ലാഹു അൻഹു കൊന്ന അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിനെ പിടിക്കുന്നുണ്ട്. സ്വഹാബത്ത് പിടിച്ച് വിശ്വാസം നടത്താനല്ലോ. പ്രതിക്രിയ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ അവയവങ്ങളും ഛേദിക്കുകയാണ്. ആ സമയത്തും അദ്ദേഹം ദിക്ർ ഇല്ല എന്നാണ്. ഓരോ അവയവവും ഛേദിക്കുമ്പോഴും അദ്ദേഹം ദിക്റ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഖവാരിജികൾ എന്ന് പറഞ്ഞാൽ. അവർ എന്താണ്? അവർ പിന്നെ ഭയങ്കര ഇബാദത്തിൻ്റെ ആൾക്കാരാണ്. പക്ഷേ ഈ ഇബാദത്തൊക്കെ വേസ്റ്റാണ്. കാരണം അവരുടെ ഈമാനിൽ, വിശ്വാസത്തിൽ എന്ത് വന്നിട്ടുണ്ട്? വലിയ വലിയ പഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ISIS ടീമൊക്കെ എന്താ? അവർ ജിഹാദിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അല്ലെ 18-19 വയസ്സിലെ കുട്ടികൾ തോക്ക് കൊടുത്തിട്ട് എന്തിനാണ് ജിഹാദിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അറക്കുന്നത്. മുസ്ലിമീങ്ങളുടെ പേരിലാണ് അവർ എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഖവാരിജുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പക്ഷേ ഖവാരിജ് എന്ന നാമകരണത്തിൽ അറിയപ്പെടില്ല. ഖവാരിജ് എന്ന നാമകരണത്തിൽ അറിയപ്പെടില്ല. പക്ഷേ അതേ ആശയം, ഖവാരിജുകളുടെ ആശയം എന്താണോ ആ ആശയം കണ്ടെടുത്തത്. അപ്പോൾ ജൂതന്മാരുടെ തല ഉണ്ടാവും, പക്ഷേ ഖവാരിജുകളുടെ ആശയമാണ് അവർ കണ്ടെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഉസാമ ബിൻ ലാദൻ ഒക്കെ ഉണ്ടാക്കിയെടുത്തൊക്കെ ഈ ഖവാരിജുകളെ ഈ ആശയങ്ങൾ കടം പിടിച്ചിട്ടാണ്. അഥവാ എന്താണ്? ഇപ്പോൾ സൗദിയത്തെ രാജാക്കന്മാർ വരെ അവർക്കാരാ? കാഫിറുകളാണ്. അവർക്കെതിരെ യുദ്ധം ചെയ്യണമെന്നാണ്. മക്ക മദീനൊക്കെ ദാറുൽ ഹർബാണ്, യുദ്ധം അനുവദനീയമായ രാജ്യങ്ങൾ എന്നാണ്. ആണോ? അവർക്ക് ഇസ്ലാമിക പിന്നെ രാജാക്കന്മാരില്ല. പക്ഷേ അവർക്ക് കാഫിര്യങ്ങളെ മുദ്രകുത്തി അവർക്കെതിരെ യുദ്ധം ചെയ്യണം. ഇതാണ് അവരുടെ ആശയം, ഖവാരിജുകളുടെ ആശയം. എല്ലാവരും തീവ്രവാദികളാക്കിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? അതൊന്നും എന്തല്ല, ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. സഹജീവികളെ പോലും എന്ത് ചെയ്യാൻ പാടില്ല?
ഉപദ്രവിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ ഒരു മനുഷ്യനെ അല്ലെ കൊല്ലും ഇതാക്കും ചെയ്യുക. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞത് പിന്നെ ഇത്തരം ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് കൊടുക്കുക എന്താ? തസ്ലാ നാറൻ ഹാമിയ, ചുട്ട് പിന്നെ തിളക്കുന്ന തീയായിരിക്കും. അടുത്ത അങ്ങനോടാ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അതുപോലെ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. തുസ്ഖാ അവർ കുടിപ്പിക്കപ്പെടും. തുസ്ഖാ പറഞ്ഞാൽ കുടിപ്പിക്കപ്പെടും. മിൻ ഐനിൻ, ഐനിൽ നിന്ന്. ഐന് പറഞ്ഞാൽ കണ്ണ് എന്നർത്ഥം പറയും. അതിന് കണ്ണ് എന്നുണ്ട്. ഇവിടെ കണ്ണ് എന്നർത്ഥം കൊടുക്കാൻ പറ്റുമോ? അരുവി. ഇവിടെ അരുവിയാണ്. അരുവിയിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. എങ്ങനത്തെ അരുവിയാണ്? അനിയ. അനിയ പറഞ്ഞാൽ ചൂട് അതിൻ്റെ അങ്ങേ അറ്റത്തിലേക്ക് എത്തിയത്, ചൂട് അതിൻ്റെ എക്സ്ട്രീമിലെത്തിയത്, അതാണ് ആനിയത്ത്. അപ്പോൾ അങ്ങേയറ്റം ചൂടുള്ള അരുവി, അതിൽ നിന്നും കുടിപ്പിക്കപ്പെടും. അപ്പോൾ അവർക്കുള്ള പാനീയത്തിനെ കുറിച്ചാണ് പറയുന്നത്. നരകത്തിൽ അവർക്കുള്ള പാനീയം എന്താണ്? കൊടും ചൂടേറിയ പാനീയമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അവർക്കിവിടെ ഹമീം ഉണ്ടാവും പറഞ്ഞില്ലേ അല്ലേ? ഈ ഹമീമിൻ്റെ പ്രത്യേകത എന്താ? കൊടും ചൂടേറിയ പാനീയമാണ്. അള്ളാഹ് പറഞ്ഞ ഹമീം എന്ത് ചെയ്യും? പിന്നെ അവരുടെ തലയുടെ മുകളിൽ കൂടെ വയ്ക്കുന്നതാണ്. അത് തലയുടെ മുകളിൽ കൂടെ വയ്ക്കുമ്പോൾ അവരുടെ കുടൽമാലകളെല്ലാം പൊട്ടിച്ചു തരും. അപ്പോൾ പുറത്തുകൂടെയാണ് വയ്ക്കുന്നത്, പക്ഷേ ഉള്ളിലത്തെ കുടൽമാല വരെ പൊട്ടിച്ചു തരും എന്ന് പറഞ്ഞാൽ അത്രയും ചൂടേറിയ പാനീയമായിരിക്കും എന്നർത്ഥം. അതേപോലെ അള്ളാഹ് പറഞ്ഞ യശ്വിൽ വുജൂഹ് കൽമുഹിൽ, അവർക്ക് അവിടെ കുടിക്കാനത് കൽമുഹിൽ, ലോഹമുരുക്കിയത് പോലത്തെ പാനീയ. അതിൻ്റെ പ്രത്യേകത എന്താ? യശ്വിൽ വുജൂഹ്, അത് കുടിക്കുമ്പോഴേക്കും മുഖത്തെ തൊലിയൊക്കെ ഉരുകി പോകും. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കുമാറാട്ടെ. അപ്പോൾ അങ്ങനെ ചൂടേറിയ പാനീയങ്ങൾ, അപ്പോൾ അതിൻ്റെ അരുവുണ്ട് എന്നാണ് പറയുന്നത്. അതിൻ്റെ അരുവുണ്ട്. ആ അരുവിയിൽ നിന്ന് എന്ത് ചെയ്യും? അവർക്ക് അങ്ങനത്തെ പാനീയം കൊടുക്കും എന്നാണ് പറയുന്നത്. ليس لهم طعام إلا من ضريع. ليس لهم طعام إلا من ضريع. ഇവിടെ നിയമം ലൈസ ലഹും ഇൽഹാറു ഷഫവി. അപ്പോൾ നമ്മൾ വെളിവാക്കി വെക്കണം. ത്വആമുൻ ഇ, ഇവിടെ ഇൽഹാർ, അപ്പോഴും വെളിവാക്കണം. ത്വആമുൻ ഇ. മിൻ വ, ഇവിടെ ഇഖ്ഫാ, അപ്പോൾ നമ്മൾ മണിക്കണം. മിൻ വ. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ. ലൈസ, ലൈസ പറഞ്ഞാൽ ഇല്ല. ലഹും അവർക്ക്. അപ്പോൾ അവർക്കില്ല. ആർക്ക്? ഈ നരകത്തിലേക്ക് പ്രവേശിക്കുന്നവർക്കില്ല. ത്വആമുൻ ഭക്ഷണം, അവർക്ക് ഭക്ഷണമില്ല. ഇല്ല, ഇല്ല മിൻ ളരീഅ, ളരീഅയിൽ നിന്നല്ലാതെ. അപ്പോൾ അവർക്ക് ഭക്ഷണമുണ്ട്, ഒരു ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം ഏതാണ്? ളരീഅ ആണ്. അപ്പോൾ ലൈസ ലഹും ത്വആമുൻ, അവർക്കവിടെ ഭക്ഷണമില്ല, അവർക്കവിടെ ഭക്ഷണമില്ല. എന്നാൽ ഇല്ല, ഒരു ഭക്ഷണമുണ്ട്. മിൻ ളരീഅ, ആ ഭക്ഷണം ളരീഅ ആണ്, ളരീഅ ആണ് അവർക്കവിടെ കൊടുക്കുന്ന ഭക്ഷണം. ഈ മിന്ന് ബയാനിയ മിന്ന് ളരീഅ എന്ന ഭക്ഷണമായിരിക്കും അവർക്കവിടെ തിന്നാൻ നൽകുന്നത്. എന്താണ് ളരീഅ എന്ന് പറഞ്ഞാൽ? നമ്മളെ ഈ കാക്ടസ് ഇല്ലേ, മരുഭൂമിയിലെ കള്ളിമുൾച്ചെടി, അതുപോലത്തെ ഒരു ഭക്ഷണമാണ് ഈ ളരീഅ എന്ന് പറഞ്ഞാൽ. അത് ഉണങ്ങിയതാണ്. അതിൻ്റെ പച്ചയായ ഈ ളരീഅൻ്റെ പച്ചയായ അവസ്ഥയ്ക്ക് ഷബ്രത്ത് എന്ന് പറയും. ഷബ്രത്ത് പറഞ്ഞാൽ അത് പച്ചയായി നിൽക്കുന്ന ആ സമയമാണ്. ആ സമയത്ത് ഒട്ടകം തിന്നു. പക്ഷേ ഉണങ്ങിയ ളരീഅ ആയ പിന്നെ ഒട്ടകവും തിന്നില്ല, ഒട്ടകത്തിന് തിന്നാൻ വയ്ക്കില്ല.
കാരണം അത്രയും ഒരു അതിൻ്റെ എന്താണ് ഒരു ടേസ്റ്റ് സുഖമില്ലാത്തതും പിന്നെ അതിൻ്റെ മുള്ളുകൾ കാരണം അത് വളരെയധികം എന്താണ് തിന്നാൻ പ്രയാസമാവും. പച്ചയായ സമയത്ത് ഷബ്രത്ത് അറിയും, അത് അപ്പോൾ ഒട്ടകമൊക്കെ തിന്നും. പക്ഷേ ഇത് ഉണങ്ങിയതിനാണ് എന്താ പറയുക വളരെ ഉണങ്ങിയാൽ പിന്നെ ഒട്ടകത്തിനും തിന്നാൻ വയ്ക്കില്ല. ആ ഭക്ഷണമാണ് ആർക്ക് തിന്നാൻ കൊടുക്കുക? അന്നേരം അവകാശം തിന്നാൻ. അള്ളാഹു നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു മജന്നവനാ. അതേപോലെ നിങ്ങൾ നോക്കാം, അള്ളാഹ് പറഞ്ഞല്ലേ വലാ ത്വആമുൻ ഇല്ലാ മിൻ അറിയല്ല സൂറത്തുൽ ഹാക്കയിൽ പറഞ്ഞേ ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ ത്വആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. അത് ഗിസ്ലീനിൽ നിന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാവുള്ളൂ. ലാ യഅ്കുലുഹു ഇല്ലൽ ഖാത്തിഊൻ. അപ്പോൾ ഈ ഗിസ്ലീൻ പറഞ്ഞാൽ എന്താ? ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ റരീഇൽ നിന്ന് ഒലിക്കുന്ന ദ്രവം, റരീയിൽ നിന്ന് ഒലിക്കുന്ന ദ്രാവകം ഉണ്ടാവില്ല, അതാണ് ഗിസ്ലീൻ എന്നൊക്കെ പറഞ്ഞത് കാണാം. അല്ലെങ്കിൽ വേറൊരു ഭക്ഷണം. ഏതായിരുന്നാലും അങ്ങനത്തെ ഭക്ഷണങ്ങളാണ് എന്ത് ചെയ്യുക അവിടെ തിന്നാൻ കൊടുക്കുക. അതേപോലെ അള്ളാഹ് പറഞ്ഞ സഖൂം അല്ലേ, അവിടെ ഒരു ഭക്ഷണത്തിൻ്റെ പേരാണ് സഖൂം, ത്വആമുൻ അസീം. എന്താണ് ഈ സഖൂമിൻ്റെ പ്രത്യേകത? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സഖൂമിൽ നിന്നൊരു സൂചിപ്പൊട്ട്, ഒരു സൂചി കൊണ്ട് നമ്മൾ ഇങ്ങനെ കുത്തിയ ഒരു പൊട്ടില്ലേ, ഇത്ര ഭാഗം സഖൂമിൽ നിന്ന് ഭൂമിയിലേക്ക് വീണാൽ ഭൂമിയിലെ ജനങ്ങളുടെ ജീവിതം മുഴുവൻ ഫസാദിലാവും. ഇപ്പം എത്ര 800 കോടി ആൾക്കാരില്ലപ്പോൾ ഈ ആൾക്കാർ ജീവിതം മുഴുവൻ ഫസാദിലാവാൻ സഖൂമിൻ്റെ ഇത്ര പൊട്ട് മതി പറഞ്ഞാൽ ഈ സഖൂം മുഴുവൻ തിന്നുന്നതിൻ്റെ അവസ്ഥ എന്തേക്കരം? അല്ലാഹു ജന്നാവനാർ. അപ്പോൾ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഭക്ഷണം ആയിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ ചില ആൾക്കാർക്ക് തോന്നും ഭക്ഷണം വളരെയെന്നില്ല ഭക്ഷണമെങ്കിലും ഉണ്ടല്ലോ, വളരെയെങ്കിലും ഉണ്ടല്ലോ, അത് തിന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് പിന്നെ വിശപ്പൊക്കെ അടക്കി നമുക്ക് കുറച്ച് ശരീരമൊക്കെ മെച്ചപ്പെടുത്താനായിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ വളരെ തിന്നാനുള്ള പ്രത്യേകത പറയാണ്. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ഇവിടെ നമ്മൾ ഓതുമ്പോൾ വലാ യു ഗൈനാണ്, അത് ശ്രദ്ധിക്കണം. മിൻജു ഇവിടെ ഏതാ ഇഖ്ഫാ, മിൻജു. പിന്നെ ജൂ ഐനാണ്, അപ്പോൾ ജൂ എന്നാവരുത്, ജൂ 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 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ജൂ. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ലാ യുസ്മിനു, യുസ്മിനു പറഞ്ഞാൽ തടിക്കുക, പോഷകം കിട്ടൂലേ, പോഷകം കിട്ടുക. ലാ യുസ്മിനു, ഈ ലരീന്നുള്ള ഭക്ഷണം പോഷകം നൽകുമോ? ഇല്ല, ഒരു പോഷകാഹാരമല്ല. അത് തിന്നിട്ട് ശരീരം പുഷ്ടിപ്പെടുക അങ്ങനത്തെ ഉണ്ടാവില്ല. എന്താ സംഭവിക്കുക? വലാ യുഗ്നി, അത്ഫിൻ്റെ ഭാഗം ലാ യുഗ്നി. പിന്നെ യുഗ്നി പറഞ്ഞാൽ പര്യാപ്തമാവുക, പര്യാപ്തമാവുക അല്ലെങ്കിൽ എന്താ പകരമാവുക. മിൻ ജൂഅ്, ജൂഇൽ, ജൂഅ് പറഞ്ഞാൽ വിശപ്പ്. ഇപ്പോൾ ജൂഇൽ നിന്ന് ഒരു പകരം അല്ലെങ്കിൽ പിന്നെ വിശപ്പിന് പര്യാപ്തമാവുക അഥവാ വിശപ്പ് മാറുക, അതുണ്ടാവില്ല. അപ്പോൾ വിശപ്പിന് പര്യാപ്തമല്ല, അപ്പോൾ വിശപ്പ് മാറുന്നൊരു ഭക്ഷണമല്ല. ലാ യുസ്മിനു, ശരീരത്തിന് ഒരു പോഷകാഹാരവുമല്ല. അപ്പോൾ ഒരു ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട 2 കാര്യങ്ങൾ ഇതല്ലേ. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, വിശപ്പ് മാറണം, അതോടൊപ്പം തന്നെ ഭക്ഷണം എന്തായിരിക്കണം, പോഷകാഹാരമായിരിക്കണം. എന്നാൽ ഇത് രണ്ടുമല്ല. അപ്പോൾ ഇതെന്താണ്? അപ്പോൾ പിന്നെ ഇതൊരു ഭക്ഷണം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതാണല്ലോ പറഞ്ഞത് ലൈസ ലഹും ത്വആമുൻ. ശരിക്കും ഭക്ഷണത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നൊരു ഭക്ഷണം അവിടെ ഇല്ല. പിന്നെ അത് തിന്നാൻ കിട്ടിയ ലരിയാണ്. ഇതന്നെ ഒട്ടകത്തിന് പോലും തിന്നാൻ കഴിയാത്ത അത്രയും കഠിനമായ ഭക്ഷണമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
പറയുന്നത്. അപ്പോൾ നരകത്തിലെ പാനീയവും നരകത്തിലെ ഭക്ഷണവും അത് രണ്ടുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നരകത്തിലെ പാനീയം എന്താണ്? നരകത്തിലെ പാനീയം അത് തുസ്കാമിനൈനി നാനിയ, അത് ചുട്ട് തിളക്കുന്ന അരുവിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടിക്കാൻ തരുന്നതാണ്. അപ്പോൾ നരകത്തിലെ പാനീയം അതാണ് നമ്മൾ പറഞ്ഞ ഹമീം അല്ലേ? ഹമീം നരകത്തിലെ കൊടും ചൂടേറിയ പാനീയമാണ്. അതേപോലെ തന്നെ റസാഖ് എന്താ? കൊടും തണുപ്പേറിയ പാനീയമാണ്, കുടിക്കാൻ കഴിയാതെ തണുപ്പേറിയ പാനീയം. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ത്വീനത്തുൽ ഖബാൽ എന്താ ത്വീനത്തുൽ ഖബാൽ? ഇത് മദ്യപാനികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമാണ്. പിന്നെ ഈ ശരീരം ഇങ്ങനെ വെന്ത് അതിൽ ഇങ്ങനെ രക്തവും ജലവും ഒലിച്ചിറങ്ങുമ്പോൾ അതിങ്ങനെ കോരിയെടുത്തിട്ട് കുടിക്കാൻ കൊടുക്കുന്ന പാനീയം ത്വീനത്തുൽ ഖബാൽ. ഇങ്ങനത്തെ ഇതാണ് ഇവിടെ ഉണ്ടാവുക, അവിടെ ഉണ്ടാവുക. റസാഖ്, ഹമീം, ത്വീനത്തുൽ ഖബാൽ. അതേപോലെ നമ്മളത്തെ പല്ലക്കൽ മുഹൽ, ലോഹം ഉരുക്കിയ പാനീയം, അത് കുടിക്കുമ്പോഴേക്കിന് എന്ത് ചെയ്യും? മുഖമൊക്കെ ഉരുകി പോകുന്ന രൂപത്തിലുള്ള പാനീയം. അപ്പോൾ നരകക്കാർ ചോദിക്കും പാനീയം, അല്ലാഹു പറയല്ലേ ഇസ്തഗീസു, അവരെന്ത് ചെയ്യും? ഇസ്തഗീസു ബിമാഇൻ, വെള്ളത്തിന് വേണ്ടി അവർ സഹായം ചോദിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? യുസ്തഗാസു, അവർക്ക് സഹായം നൽകപ്പെടും. കൽമുഹൽ, ഈ മുഹലിൽ നിന്ന്. പക്ഷെ അത് കുടിക്കുമ്പോഴേക്കിന് യശ്വിൽ വുജൂഹ്, മുഖത്തിൻ്റെ ഷെയ്മുഖമാണ്. അപ്പോൾ അവർക്ക് ഭക്ഷണം വേണം, അവ ഭക്ഷണം കൊടുക്കും. പക്ഷേ റീ നില്ല ഭക്ഷണമായിരിക്കും, സഖൂം നില്ല ഭക്ഷണമായിരിക്കും, ഗസ്ലി നില്ല ഭക്ഷണമായിരിക്കും. ഇതൊക്കെ തിന്നാൽ വിശപ്പ് മാറില്ല, പോഷണം നൽകില്ല, അതിനേക്കാൾ കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ്. അല്ലാഹു എന്നാണ്. അപ്പോൾ ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഒരു പ്രത്യേകതയാണ്. നരകത്തിനെ കുറിച്ച് പറഞ്ഞാൽ സ്വർഗം പറയും, നരകക്കാരെ പറഞ്ഞാൽ സ്വർഗ്ഗക്കാരെ, കുഫർ പറഞ്ഞാൽ തൗഹീദ്, ഇങ്ങനെ പറയും. അപ്പോൾ ഇനിയിപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? സ്വർഗ്ഗക്കാരെ കുറിച്ച് പറയാം. ബഷീർ കാമള ഇതിൽ കുറച്ച് ഇങ്ക് നടക്കാനായിക്കണോ അല്ലേ? മൈന പോലെ കളർ കുറിച്ച് പറയുന്ന പോലെ തോന്നുന്നുണ്ട്. വുജൂഹു യൗമഇദിൻ നാഇമ, വുജൂഹു യൗമഇദിൻ നാഇമ, വുജൂഹുയ്യ നിഫ്ക ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ മണിച്ചോടണം. വുജൂഹുയ്യ യൗമഇദിന്ന, അവിടെ അത് ഇദ്ഗാം ബിഗുന്ന തന്നെ. യൗമഇദിന്ന, പിന്നെ ഐനെ ശ്രദ്ധിക്കണം. വുജൂഹു യൗമഇദിൻ നാഇമ, ശരി. ഇതിൽ ഇങ്ക് നിറച്ചാൽ മതി, പുതിയത് മേടിക്കണ്ട. ഇങ്ക് കിട്ടും, ഇങ്കിൻ്റെ ബോട്ടിൽ കിട്ടും, ചെറിയ ബോട്ടിൽ കിട്ടും. കാരണം പുതിയ മേടിച്ചാൽ പിന്നെ ഇത്ര കളർ കിട്ടില്ല, അത് സമയം എടുക്കും കളർ വരാൻ. ഇങ്ക് നിറച്ചാൽ നല്ല കളർ ഉണ്ടാവും, അത് ചെറിയ ബോട്ടിൽ കിട്ടും. അപ്പോൾ വുജൂഹുൻ എന്ന് പറഞ്ഞാൽ മുഖങ്ങൾ, ചില മുഖങ്ങളുണ്ട്. യൗമ ഇദിൻ, അന്നേ ദിവസം. നാഇമ, നാഇമ എന്നാൽ എന്താ സമുദ്രം കൊടുത്തേക്കുന്നത്? ആനന്ദഭരിതമായ, നമ്മൾ പിന്നെ പ്രസന്നമായ എന്നൊക്കെ പറയില്ലേ? തൊടുത്തുമെനത്ത. ഓക്കെ, ഉദ്ദേശം മനസ്സിലായില്ലേ? നിഅമത്തുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ച് മുഖം സന്തോഷിക്കൂലേ? ആനന്ദഭരിതമാവും, അതാണ് നാഇമത്ത്. അപ്പോൾ ചില മുഖങ്ങളുണ്ട്, ആ മുഖങ്ങൾ നാഇമത്തായിരിക്കും എന്ന് പറഞ്ഞാൽ കുറേ അനുഗ്രഹങ്ങൾ ലഭിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ ഇത് മുഖത്ത് പ്രത്യക്ഷമാവൂലേ? അതാണ് സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് ആ മുഖം എന്ത് ചെയ്യുക? ഒന്ന് പ്രകാശിക്കുക, അതാണ് നാഇമത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ ചില മുഖങ്ങൾ. അപ്പോൾ ഇതാരേക്കരം? ഇത് സ്വർഗാവകാശികളേക്കരം. അള്ളാഹുവിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ മുഖത്തിനെ പറയുന്നത്? നേരത്തെ പറഞ്ഞപ്പോഴും മുഖം വുജൂഹു യൗമഇദിൻ ഖാശിയ, ഇവിടെ പറഞ്ഞപ്പോഴും മുഖം വുജൂഹു യൗമഇദിൻ നാഇമ.
കാരണം അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും ശിക്ഷ ലഭിക്കുമ്പോഴേ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഇതെവിടെ പ്രത്യക്ഷപ്പെടുക? മുഖത്താണ് ഏറ്റവും കൂടുതൽ പ്രത്യക്ഷപ്പെടുക. നമ്മൾ വിശദീകരിച്ചാണ് അല്ലേ, മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയും. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഖത്തിന് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ ആളുകൾ, ഈ മുഖമുള്ള ആളുകൾ, ഇവർ സ്വർഗത്തിലേക്ക് പോകാൻ ഇവർ അതിന് തയ്യാറായി നിൽക്കുന്ന ആളുകളായിരിക്കും. അല്ലാഹു ഖുർആനിൽ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. ചില മുഖങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്, അത് നാളിറത്ത് പ്രശോഭിക്കുന്ന മുഖങ്ങളായിരിക്കും. എന്തുകൊണ്ട്? ഇലാ റബ്ബിഹാ നാളിറ, റബ്ബിലേക്ക് നോക്കുന്ന മുഖങ്ങളായിരിക്കും. വവുജൂഹു യൗമഇദിൻ ബാസിറ, എന്നാൽ ചില മുഖങ്ങൾ ഉണ്ടായിരിക്കും അവ ചുരുങ്ങിയവയായിരിക്കും. തദുന്നു അൻ യുഫ്അല ബിഹാ ഫഖറ. അപ്പോൾ ചില മുഖങ്ങൾ അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തൻ നഈം. അല്ലേ, ഈ ആൾക്കാരെ കുറിച്ച് പറയാണ്. തഅരിഫു ഫീ വുജൂഹിഹിം, അവരുടെ മുഖത്ത് കാണാൻ പറ്റും. നദ്റത്തൻ നഈം, അനുഗ്രഹങ്ങളുടെ ഒരു നദ്റത്ത്, ആ ഒരു സന്തോഷം, ആ ഒരു പിന്നെ അത് ഓരോ മുഖത്ത് കാണാൻ കഴിയും, ആ ഒരു പ്രസന്നത ഉണ്ടാവും. അതേപോലെ എന്താ പറഞ്ഞേ, പിന്നെ യൗമ തബിയദ്ദു വുജൂഹ് വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ പ്രകാശിക്കും, വെളുത്തതായിരിക്കും, ചില മുഖങ്ങൾ കറുത്തതായിരിക്കും. അപ്പോൾ പരലോകത്ത് പിന്നെ വെളുപ്പും കറുപ്പും ഒക്കെ തീരുമാനിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നന്മകളുടെയും തിന്മകളുടെയും അടിസ്ഥാനത്തിലാണ്. അതേപോലെ അതുപോലെ വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ലാഹിഖത്തുൻ മുസ്തബ്ശിറ, ചില മുഖങ്ങൾ അന്ന് ചിരിക്കുന്ന മുഖങ്ങളായിരിക്കും, സന്തോഷം കൊണ്ട് ചിരിക്കുന്നു. വവുജൂഹു യൗമഇദിൻ അലൈഹാ ഗബറ, എന്നാൽ ചില മുഖങ്ങൾ എന്തായിരിക്കും? പൊടി പുരണ്ടവയായിരിക്കും. അപ്പോൾ ഇങ്ങനെ അള്ളാഹു മുഅ്മിനീങ്ങളെ കാഫിറുകളെ വേർതിരിക്കണം. മുഅ്മിനീങ്ങളുടെ മുഖം എന്ന് പറഞ്ഞാൽ പ്രശോഭിച്ചിരിക്കുന്നവയായിരിക്കും, ചിരിക്കുന്നവയായിരിക്കും, വെളുത്തതായിരിക്കും, ആ ലഭിച്ച അനുഗ്രഹങ്ങൾ മുഖത്ത് പ്രകടമാകുന്ന രൂപത്തിലായിരിക്കും. എന്നാൽ കാഫിറുകളുടെ മുഖം എന്ന് പറഞ്ഞാൽ കറുത്തതായിരിക്കും, അവരുടെ മുഖത്ത് നിന്യതയുണ്ടായിരിക്കും, അവരുടെ മുഖത്ത് പൊടി പുരണ്ടിരിക്കും, ആ രൂപത്തിലായിരിക്കും, അവർക്ക് ചുളിഞ്ഞവയായിരിക്കും, പേടി കൊണ്ട് നിറഞ്ഞവയായിരിക്കും എന്നൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ശരി, വുജൂഹു യൗമഇദിൻ നാഇമ. എന്തുകൊണ്ടാണത്? തെറ്റില്ലേ? ലിസഇഹാ റാദിയ, ലിസഇഹാ റാദിയ വുജൂഹു യൗമഇദിൻ നാഇമ, ലിസഇഹാ റാദിയ. ലിസഇഹ, സഅയ എന്നാൽ പരിശ്രമം, പ്രവർത്തനം, അതിനാണ് സഅയ്. സഅയിഹ, അതിൻ്റെ സഅയ്, അഥവാ ഈ മുഖത്തിൻ്റെ പറഞ്ഞാൽ ഈ മുഖത്തിൻ്റെ ആൾക്കാരെ സഅയ്, പ്രവർത്തനങ്ങൾ. ലിസഇഹ, അതിൻ്റെ പ്രവർത്തനങ്ങൾ കാരണം റാളിയ, എന്താ? തൃപ്തിപ്പെട്ടവയായിരിക്കും. അപ്പോൾ ഈ മുഖങ്ങളുടെ ആൾക്കാർ, അസ്ഹാബു ഹാദിഹിൽ വുജൂഹ്, ഈ മുഖത്തിൻ്റെ ആളുകൾ, അവരുടെ പ്രവർത്തനങ്ങളിൽ റാളിയ, തൃപ്തിപ്പെട്ടവരായിരിക്കും. അപ്പോൾ അങ്ങനത്തെ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ദുനിയാവിൽ വെച്ച് ചെയ്ത പ്രവർത്തനങ്ങൾ അള്ളാഹിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്രവർത്തനങ്ങളിൽ ഓർക്ക് തൃപ്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ, നമ്മൾ സൂറത്ത് ഫജ്റിൽ പഠിച്ചില്ലേ, പിന്നെ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയത്തൻ മർദിയ, തൃപ്തിയേകുന്ന, തൃപ്തി ലഭിക്കുന്ന അവസ്ഥയിൽ നീ മടങ്ങിക്കോ. അപ്പോൾ മരിക്കുന്ന സമയത്തിന് തൃപ്തി ഉണ്ട്, പിന്നെ പരലോകത്തെത്തിയ ഓരോ പ്രവർത്തനങ്ങളിൽ തൃപ്തി അടയുന്നവരായിരിക്കും. കാരണം ഓരോ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എന്താ? അള്ളാഹിൻ്റെ തൃപ്തി കിട്ടാൻ പര്യാപ്തമായ പ്രവർത്തനങ്ങളാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓർക്ക് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തും. അതുകൊണ്ടാണ് നിങ്ങൾ അനുസരിച്ച് അല്ലാഹു പറയില്ല, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉഖ്റഊ കിതാബിയ, വലത്തെ കൈ ഗ്രന്ഥം ലഭിക്കുന്നവൻ പറയാണ് ഹാ ഉഖ്റഊ കിതാബിയ, എൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചു നോക്കി. അപ്പോൾ ഈ ഗ്രന്ഥം എന്താ? നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ്. അല്ലാഹു പറഞ്ഞേ, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാത്തിബീൻ, എല്ലാം രേഖപ്പെടുത്തി വെക്കുന്ന ഹാഫിലീങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നന്മയും തിന്മൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ തിന്മകളാണ് തോന്നിച്ചാൽ നമ്മൾ എന്തിനാ ശ്രമിക്കുക? ആരും കാണാതെ മൂടിച്ച്
അല്ലെ എവിടെയെങ്കിലും പൂത്തിയൊക്കെ. പക്ഷേ ഇതിൽ നന്മകളാണ്. അതുകൊണ്ട് എല്ലാവരോടും പറയാം ഹാവ് മുക്രവ് കിതാബ് എല്ലാവരും വായിച്ചോളിയും. കാരണം പ്രശ്നമല്ല, എൻ്റെ തോന്നിയാസങ്ങളോ ഇതൊന്നും നിങ്ങൾക്ക് ഇതിൽ വായിച്ച് എന്നെ കളിയാക്കാമൊന്നുമില്ല. കാരണം ഇന്നി മുലാഖിൻ പിന്നെ അന്നി മുലാഖിൻ ഹസാബി, അവൻ എന്തായിരുന്നു ഒരു വിചാരണ കണ്ടുമുട്ടും എന്ന് പിന്നെ വിചാരിച്ചിരുന്നവനായിരുന്നു എന്നുള്ള സുബ്ഹാനഹു പറഞ്ഞു. അപ്പോൾ അതാണ് ആ തൃപ്തി, അവൻ്റെ ആ പ്രവർത്തനങ്ങളിൽ അവനെന്താണ് തൃപ്തി നേടിയതാണ്. അതുകൊണ്ട് തന്നെ ആ തൃപ്തി എവിടെ പ്രത്യക്ഷമാവുകയാണ്? അവരുടെ വുജൂഹിൽ നാഇമത്തിൻ്റെ രൂപത്തിൽ അതവർക്ക് പ്രത്യക്ഷമാവുകയാണ്. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഅയിഹ റാദിയ. സമയം എത്രയായി? ഇവിടുത്തെ ഫോണില്ലാത്ത മുക്കാൽ. ഈ ആയത്തോടെ അല്ലേ? ഫീ ജന്നത്തിൻ ആലിയ, ഫീ ജന്നത്തിൻ ആലിയ വുജൂഹു യൗമഇദിൻ നാഇമ ലിസഅയിഹാ റാദിയ ഫീ ജന്നത്തിൻ ആലിയ. ഇവിടെ ജന്ന ശബ്ദലനൂനാവുമ്പോൾ 2 ഹർക്കത്ത് മണിക്കുക. ജന്നത്തിൻ ആ, ഇവിടെ ഇൽഹാർ, ഇപ്പോൾ ഒളിവാക്കി ഓതുക. പിന്നെ അയിനെ ശ്രദ്ധിക്കുക. ഫീ ജന്നത്തിൻ ആലിയ. ഫീ, ഈ മുഖത്തിൻ്റെ ആൾക്കാർ എവിടെയായിരിക്കും? ഫീ ജന്നത്തിൻ, തോട്ടത്തിലായിരിക്കും, അഥവാ സ്വർഗത്തിലായിരിക്കും. എങ്ങനത്തെ സ്വർഗമാണ്? ആലിയ, ഉന്നതമായ, ഉയർന്ന. നമ്മൾ അഅല എന്ന് പറയില്ലേ അള്ളാഹിനെ കുറിച്ചിട്ട്? സുബ്ഹാന റബ്ബിയൽ അഅല, അഅലാണ് ഏറ്റവും ഉന്നതിയിൽ. അപ്പോൾ ആലിയത്ത് പറഞ്ഞാൽ ഉയർന്നത് എന്നാണ്. അപ്പോൾ ഫീ ജന്നത്തിൻ ആലിയത്തിൻ, ഉയർന്ന അല്ലെങ്കിൽ ഉന്നതമായ തോട്ടത്തിൽ, സ്വർഗത്തിലായിരിക്കും ഈ കൂട്ടം ആളുകൾ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഫിർദൗസ്, അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ പ്രവേശിക്കുമാറാകട്ടെ. അപ്പോൾ ഇത് സ്വർഗം എന്ന് പറഞ്ഞാൽ ഉയർന്നതാണ്. നമുക്കല്ല, സ്വർഗത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എന്താ പറയുക? ദറജകൾ എന്നാണ് പറയുക. ദറജാത്ത്, സ്വർഗം മുകളിലേക്ക് ദറജകളാണ്. നരകം അടിയിലേക്ക് ദർഗാത്തുകളാണ്. അപ്പോൾ സ്വർഗത്തിന് എത്ര തട്ടുണ്ട്? എത്ര? 100 ആ ഒരു ഹദീസിൽ വന്ന പ്രകാരം 100 അല്ലേ? പിന്നെ വേറൊരു ഹദീസിൽ വന്ന പ്രകാരം അള്ളാഹു എന്ത് പറയും? പിന്നെ ഇഖ്റ വർത്തഖി, ഖുർആൻ ഓതിക്കോ, നീ കയറിക്കോ. എവിടെയാണോ നിൻ്റെ ആയത്ത് അവസാനിക്കുന്നത് അവിടെയാണ് എൻ്റെ സ്വർഗത്തിലെ സ്ഥലം. അപ്പോൾ ഖുർആൻ മുഴുവൻ ഹാഫിളാക്കിയതിന് എത്ര സ്ഥലം വേണ്ടി വരും? എത്ര ആയത്തുകളുണ്ടോ അത്രയും ദർജകൾ വേണ്ടല്ലേ? അപ്പോൾ അതുകൊണ്ട് 6000 ജില്ലാനും ദർജകൾ ഉണ്ട് എന്നും പണ്ഡിതന്മാരെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആയാലും ഏതായിരുന്നാലും മുകളിലേക്ക്. അതിലെ ഏറ്റവും ടോപ്പിലേതാ? ഫിർദൗസ് ഏറ്റവും. റസൂൽ ഉമ്മു ഹാരിക റളിയല്ലാഹു അൻഹ, അവരുടെ മകൻ എന്ത് ചെയ്തു? പിന്നെ ബദർ യുദ്ധത്തിൽ ഷഹീദായി. അപ്പോൾ പിന്നെ എന്നിട്ട് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ ഉമ്മു ഹാരിസ വന്നിട്ട് പറയാണ്, റസൂലെ എൻ്റെ മകൻ എവിടെയാണ്? ഹാരിസ എവിടെയാണ്? സ്വർഗത്തിലാണോ? പ്രശ്നമില്ല, ഞാൻ സഹിച്ചോളാം. പക്ഷേ നരകത്തിലാണ്, അതല്ല എങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയാം. അപ്പോൾ റസൂൽ പറയാണ്, ഇന്നഹ ജിനാൻ, അത് ഒരു തോട്ടമല്ല, ജിനാൻ തോട്ടങ്ങളാണ്, കുറേ തോട്ടങ്ങളാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ. അതിൽ തന്നെ നിങ്ങളെ മകൻ എവിടെയാണ്? ഫിൽ ഫിർദൗസിലാല, ഏറ്റവും ഉന്നതിയിലുള്ള ഫിർദൗസിലാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അപ്പോൾ അതാണ് സ്വർഗം. അങ്ങനെ മുകളിലേക്കാണ്. മുകളിലേക്ക് പോകുന്തോറും അനുഗ്രഹങ്ങൾ കൂടും. ഏറ്റവും ചെറുത് കിട്ടിയാൽ തന്നെ എത്ര അനുഗ്രഹം? ഇപ്പോൾ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അള്ളാഹു സ്വർഗത്തിൽ ഏറ്റവും താഴെയുള്ളവരുടെ പദവി എന്താ? ഏറ്റവും താഴെയുള്ള ആളെ പദവി. അപ്പോൾ അള്ളാഹ് പറഞ്ഞത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസാനത്തെ ആൾക്ക് കിട്ടുന്നതാണ്. അയാളെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കും. നെഹ്റുൽ ഹയാത്ത്, ജീവനദി എന്ന് പറഞ്ഞൊരു നദിയിൽ മുക്കിയെടുക്കും. അപ്പോൾ അയാൾ നരകത്തിൽ എടുക്കുമ്പോൾ കരിക്കട്ട ഉണ്ടാവും, കരിഞ്ഞിട്ട്. ഈ ജീവനദിയിൽ മുക്കിയെടുക്കുമ്പോൾ അയാൾക്ക് സുന്ദരമായ രൂപം ലഭിക്കും. എന്നാൽ അയാളോട് പറയും സ്വർഗത്തിലേക്ക് പോയിക്കോ. അപ്പോൾ അയാൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയും, കത് മല, അള്ളാഹ് സ്വർഗ്ഗമൊക്കെ നിറഞ്ഞിക്കാണ്, എനിക്ക് അവിടെ സ്ഥലമൊന്നും കാണാനില്ല.
അതിൽ അള്ളാഹ് ചോദിക്കും, ദുനിയാവിൽ ഒരു രാജാവിനുണ്ടായിരുന്ന അത്ര സ്ഥലം എനിക്ക് സ്വർഗത്ത് കിട്ടിയാൽ മതിയോ? അതിൽ റളീത്ത് റബ്ബി എനിക്കത് മതി. അപ്പോൾ അള്ളാഹ് പറയും എനിക്ക് അതുണ്ട്. എന്നിട്ട് പറയും എനിക്ക് അതിൻ്റെ 4 ഇരട്ടിയുണ്ട്. അറിയാതെ വീണ്ടും പറയും റളീത്ത് റബ്ബി എനിക്ക് മതി, ഞാൻ തൃപ്തിപ്പെട്ട റബ്ബേ. അപ്പോൾ അള്ളാഹ് പറയും അതിൻ്റെ 10 ഇരട്ടിയുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ റളീത്ത് റബ്ബി. അപ്പോൾ അള്ളാഹ് പറയും നിനക്ക് കണ്ണിന് ആനന്ദം ലഭിക്കുന്നതെല്ലാം, ഹൃദയത്തിന് ആസ്വാദം ലഭിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട്, പോയിക്കോ. ഇത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന അവസാനത്തെ വ്യക്തി കിട്ടുന്ന. അപ്പോൾ ഉന്നതിയിലുള്ള ആൾക്കാർക്ക് എത്രയേക്കണം? അള്ളാഹു അതിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഹ്ലൽ ജന്നത്തി ലയതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം. സ്വർഗത്തിലുള്ള ആൾക്കാർ അവരുടെ മുകളിലെ മണിമാളികളിൽ താമസിക്കുന്ന ആൾക്കാരെ കാണും. അടിയിലെ ആൾക്കാർ മുകളിലവരെ കാണും. എങ്ങനെ? കമാ തറാഊനൽ കൗകബദ്ദുർദിയൽ ഗാബിറ മിനൽ ഉഫുഖ്. നിങ്ങൾ മുകളിൽ നല്ല പ്രകാശിച്ച് നിൽക്കുന്ന നക്ഷത്രങ്ങൾ നമ്മൾക്ക് കാണില്ലേ? നല്ല തിളങ്ങി പ്രകാശിച്ചിരിക്കുന്ന നക്ഷത്രത്തിനെ കാണുമ്പോൾ എങ്ങനെയൊക്കെ ഇതേപോലെ സ്വർഗത്തിൻ്റെ അടിയിലെ ആൾക്കാർ മുകളിലുള്ളവരങ്ങനെ പ്രകാശിച്ച് അവരെ കാണുന്നതിലാണ്. അപ്പോൾ അത് മുകളിലുള്ളൊരു മഹത്വമാണ്. അപ്പോൾ അടിയിലുള്ളവരും മുകളിലുള്ളവരും ഒരേപോലെ ആവില്ല എന്നർത്ഥം. റസൂൽ പ്രത്യേകം പറഞ്ഞു അതിൽപ്പെട്ടവരാണ് അബൂബക്കറും ഉമറും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ശരി, അപ്പോൾ അതാണ് സ്വർഗത്തിൻ്റെ പ്രത്യേകത. ഫി ജന്നത്തിൻ ആലിയ, അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി അവർക്ക് അവിടെ ലഭിക്കുന്ന വിശേഷണങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തം സ്വാലിഹാം. ഒരു ഹദീസ് വായിക്കണം, വായിക്കാം അല്ലേ? സമയം എത്ര ഏകദേശം? ഹദീസ് വായിക്കാം അല്ലേ? നമ്മളപ്പോൾ ഷുറൂത്തു സ്വലാത്ത് അവസാനിച്ചു. ഇനി നമുക്ക് ബാബു സുത്രത്തിൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളുടെ മറയുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അൻ അബി ജുഹൈം ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ യഅലമുൽ മാറു ബൈന യദയിൽ മുസല്ലി. നിസ്കരിക്കുന്നവൻ്റെ മുന്നിലൂടെ നടക്കുന്നവൻ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഒരാൾ നിസ്കരിക്കാൻ അയാളുടെ മുന്നിലൂടെ നടന്നു പോകുന്ന ആ വ്യക്തി അറിഞ്ഞിരുന്നുവെങ്കിൽ, മാദാ അലൈഹി മിനൽ ഇസ്മി, ആ നടക്കുന്നതിലുള്ള തെറ്റ്, അതിൻ്റെ ശിക്ഷ എത്രയാണ് അയാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലക്കാന അയ്യഖിഫ 40, അയാൾ 40 നിൽക്കലാണ് അയാൾക്ക് നല്ലത്. 40 ദിവസമോ മാസമോ വർഷമൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. 40 നിൽക്കലാണ് അയാൾക്ക് ഖൈറൻ ലഹു, ഉത്തമമായിട്ടുള്ളത്, മിൻ അയ്യമുറ ബൈന യദൈഹി, അയാളുടെ മുന്നിലൂടെ നടക്കുന്നതിനേക്കാൾ. അവിടെ 40 പറഞ്ഞ് അതിൻ്റെ ഷറഹുകളിൽ എന്താണ് അപ്പോൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ 40 ഖരീഫ, അപ്പോൾ 40 വർഷം. അപ്പോൾ നിസ്കരിക്കുന്ന ആളെ മുന്നിലൂടെ നടന്നു പോകുന്നതിൻ്റെ ശിക്ഷ എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇയാൾ 40 വർഷം അവിടെ കാത്തുക്കും, നടന്നു പോകില്ല. ഇയാൾ നിസ്കാരം 40 വർഷം നീണ്ടുന്നാലും ഇയാൾ നടന്നു പോകില്ല, കഴിഞ്ഞിട്ട് പോകില്ല. അപ്പോൾ അത്രയും ശിക്ഷ ഉണ്ടെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ആളെ മുന്നിൽ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? നടന്നു പോകാൻ പാടുള്ളതല്ല. സ്ത്രീകളും കൂടെ നടന്നു പോകണം. ഇനി ഒരാൾ നടന്നു പോയാൽ നമ്മൾ എന്ത് കാട്ടണം? നമ്മൾ നിസ്കരിക്കാനുള്ള നടന്നു പോകണമെങ്കിൽ നമ്മൾ തടുക്കണം. അപ്പോൾ തടുത്തിട്ട് പോവുകയാണെങ്കിലോ അതുകൊണ്ട് യുദ്ധം ചെയ്യണമെന്നാണ് റസൂൽ പറഞ്ഞത്. യുദ്ധം ചെയ്യണമെന്ന് പറയുമ്പോൾ വേനസ്കാരം കരുത്തി പോയി കത്തിമാലൊക്കെ എടുത്തോളണം, അതാണോ? അല്ല, നമ്മൾ ശക്തമായിട്ട് എന്ത് ചെയ്യണം? ഓനെ എതിർക്കണം, ഓനെ സമ്മതിക്കാതെ ശക്തമായിട്ട് അവനോട് പോരാടണം എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യാൻ പാടില്ല? ഒരാൾ നിസ്കരിക്കണമെങ്കിൽ കൂടെ നടന്നു പോകാൻ പാടില്ല. എന്നാൽ മറ വെച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പുറത്ത് കൂടെ പോവാം. ഇപ്പോൾ നിസ്കരിക്കാണ് ഒരാൾ, ഇതാണ് മറയെങ്കിൽ പുറത്ത് കൂടെ പോവാം. ഇനിയിപ്പോൾ ഒരാൾ നിസ്കരിക്കാണ് മറ വെച്ചിട്ടില്ല, അപ്പോൾ നമ്മളെന്താ കാട്ടുക? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, അയാൾ മറ വെക്കേണ്ട സ്ഥലം ഉണ്ടാവില്ലേ, ഒരു സുജൂദ് ചെയ്യുന്ന സ്ഥലം, അത് അവിടെ തന്നെ മറ, അത് നമ്മൾ കണക്കാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് കൂടെ നമുക്ക് പോവാം. അത് കണക്കാക്കിയിട്ട് അതിൻ്റെ അപ്പുറത്ത് കൂടെ നമുക്ക് പോകാവുന്നതാണ്. എന്നാൽ ചില ആൾക്കാർക്ക് പണ്ഡിതന്മാർ ഇളവ് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ഷുഗർ പേഷ്യൻ്റാണ്,
അത്രക്കാർക്ക് ഈ മൂത്രയ്ക്ക് മുട്ടയിലൊന്നും ചിലപ്പോൾ എന്തെങ്കിലും കഴിയില്ല, പിടിച്ചിക്കാൻ വയ്ക്കില്ല, ഷുഗർ പേഷ്യൻസ് ആണ്. അപ്പോൾ ഓലിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. മുമ്പിലാണെങ്കിൽ നിസ്കരിക്കുന്ന ആൾക്കാർ വേറെ വഴിയില്ല. അത്തരം അവസ്ഥകളിലൊക്കെ എന്ത് ചെയ്യാം, പുറത്തേക്ക് പോകാം എന്നൊക്കെ ഇളവ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹു അഅലം. വഅൻ ആയിഷത ഖാലത്ത് സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഗസ്വതി തബൂക അൻ സുത്രത്തിൽ മുസല്ലി. തബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു നിസ്കാരക്കാരൻ്റെ മറയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അഥവാ എത്ര വേണം അതിൻ്റെ വലിപ്പം. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിസ്ലു മുഖിറത്തിർ റഹൽ. മുഖിറത്തിർ റഹലിൻ്റെ അത്ര. എന്താ മുഖിറത്തുർ റഹൽ എന്ന് പറഞ്ഞാൽ? ഒട്ടകക്കട്ടിലിനാണ് പറയുക. അഥവാ ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് വെക്കണ ഒരു കട്ടിലില്ലേ, 4 കാലുള്ള ആ കട്ടിൽ, അതിനാണ് മുഖിറത്തുർ റഹൽ എന്ന് പറയാം. അപ്പോൾ ആ ഒട്ടകക്കട്ടിലിൻ്റെ അത്രയെങ്കിലും വലിപ്പം മറവാണെന്നർത്ഥം. അപ്പോൾ ഈ ഒട്ടകക്കട്ടിലിൻ്റെ വലിപ്പം എത്ര? അത് പണ്ഡിതന്മാർ പറഞ്ഞു, ചിലവർ പറഞ്ഞു 1 മുഴം. അപ്പോൾ 1 മുഴല്ല സാധനമെങ്കിലും വെക്കണം. ചിലവർ പറഞ്ഞു 1 മുഴത്തിൻ്റെ 2/3 ഭാഗം. 1 മുഴത്തിനെ 3 ആക്കിയാൽ ഇതിൻ്റെ 2/3 അത്രയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പണ്ഡിതന്മാരതിൽ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഒട്ടകക്കട്ടിൽ എല്ലാതും ഒരേ വലിപ്പമല്ല, അത് ഓരോന്നും ഉണ്ടാക്കുന്നതിനനുസരിച്ച് വലിപ്പത്തിൽ മാറ്റം വരും. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം വന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊരു വലിപ്പമല്ലേ, ഒരു കസാര, ഒരു സ്റ്റൂളിൻ്റെ ഒക്കെ വലിപ്പമല്ലേ ഒരു സാധനമെങ്കിലും എന്ത് ചെയ്യുക, നമ്മൾ മറയായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ മുന്നിലിരിക്കുന്ന ആളെ സുത്തറാക്കാം. ഒന്നും കിട്ടില്ല, അതും കിട്ടില്ലെങ്കിലോ ഒരു വരെങ്കിലും വരയ്ക്കണം. ഇതിൽ ഹദീസ് ഉണ്ടോ ആവോ? ഹദീസ് വരുന്നുണ്ട്. അടുത്തൊരു ഹദീസിനെ വായിച്ച് നമുക്ക് നിർത്താം. വഅൻ സബ്റത ബിനി മഅബദിൻ അൽ ജുഹനി ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയസ്തതിർ അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മറ സ്വീകരിക്കട്ടെ, ഫി സ്വലാത്തി, തൻ്റെ നിസ്കാരത്തിൽ, വലൗ ബിസഹ്മിൻ, സഹ്മ് കൊണ്ടെങ്കിലും, സഹ്മ പറഞ്ഞാൽ ആമ്പ് കുന്തം, അതുകൊണ്ടെങ്കിലും അവൻ എന്ത് ചെയ്യട്ടെ, ഒരു മറ സ്വീകരിക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് മുന്നിൽ നാട്ടി വെക്കട്ടെ എന്നുള്ളതാണ് പറയുന്നത്.